വളരെ ചുരുങ്ങിയ രീതിയിൽ ക്ഷമയുടെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ കൂട്ട് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, സൂറത്തുൽ ബഖറയുടെ 153-ാമത്തെ വാക്യം. വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ്. അള്ളാഹുവിൻ്റെ കൂട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ നമ്മൾ ഭയപ്പെടാൻ? പിന്നെ എങ്ങനെ ആത്മഹത്യക്ക് പോവുക? പടച്ച റബ്ബ് സഹായിക്കും. ഏത് ഇടി റെയ്ഡ് ചെയ്താലും കുഴപ്പമില്ല. ഏതൊക്കെ ശത്രുവാകുന്ന ബിസിനസ്സുകാരൻ അവൻ്റെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇടിയെ കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പ്രശ്നമല്ല. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹു കൂടണ്ട് എന്നുള്ള വിചാരത്തിലേക്ക് വന്നാൽ ഗണ്ണെടുക്കാൻ തോന്നൂല, നെഞ്ചത്തേക്ക് വെടിവെക്കാൻ തോന്നൂല. ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് മുസ്ലിം പേരുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത്. അള്ളാഹു കൂട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഇടിയുന്നു? അള്ളാഹു കൂട്ടുണ്ടെങ്കിൽ എന്ത് ഭരണാധികാരി? അള്ളാഹുവിൻ്റെ ആ ഒരു ബന്ധത്തിലേക്ക് ആത്മീകമായി ഉയരാൻ കഴിയാത്തത് കൊണ്ടാണ് തോറ്റുപോണത്. അപ്പൊ ക്ഷമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 153-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ കൂട്ടുണ്ടാവുന്നു.